ഇടതുപക്ഷ മൈനോറിറ്റി മോർച്ച ജില്ലാ സെക്രട്ടറി കാസർഗോഡ്. അശ്വിനി മേഡവും കാസർഗോഡും സുരേന്ദ്രൻ സാർ മഞ്ചേശ്വരവും മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് പറയാനുള്ളത്, ഇത്രനാളും മാറി ഭരിച്ച UDF LDF ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ MLA മാർ അവർ ഈ രണ്ട് സ്ഥലത്തും ഇതുവരെ വികസനം എന്നുള്ള ഒരു കാര്യം അവർ തൊട്ടു നോക്കിയിട്ട് വരെയില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ 40-50 വർഷം മുമ്പ് കാണുന്ന കാസർഗോഡും മഞ്ചേശ്വരം ഇന്നും അതേ നിലയിലാണുള്ളത്. ഒരു ആരോഗ്യ കേന്ദ്രങ്ങളില്ല, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, മറ്റുള്ള ഒരു സ്ട്രക്ചറും ഈ നാട്ടിന് വേണ്ടി അവർ ചെയ്തിട്ടില്ല. അവർ മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട്, അവരെ ഭയഭീതിയിലാക്കിക്കൊണ്ട് അവർ വോട്ട് നേടി എന്നല്ലാതെ ഒരു മുസ്ലിം സമുദായത്തിനോ മറ്റുള്ള ഒരു സമുദായത്തിനോ ഒരു ആൾക്കാർക്ക് ഇവിടെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു വ്യക്തികൾക്ക് പോലും ഇവരെക്കൊണ്ട് ഒരു ഉപകാരങ്ങളും കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ നിഗമനം. BJP ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വന്നാൽ 5 വർഷം BJP ഗവൺമെൻറ്റിന് BJP MLA അശ്വിനിക്കും മേഡത്തിനും സുരേന്ദ്രൻ സാറിനും ഒരു 5 വർഷം കൊടുത്തെങ്കിൽ ഈ കാസർഗോഡ് നിയോജകമണ്ഡലത്തിൻ്റെയും മഞ്ചേശ്വരം നിയോജകമണ്ഡലത്തിൻ്റെയും മുഖച്ഛായ മാറ്റുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ 5 വർഷം എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഈ 2 പേരെയും വിജയിക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. ഞാനിന്ന് പല വീടുകളിലും, പല മുസ്ലിം വീടുകളിലും ഞാനിന്ന് ഇലക്ഷൻ്റെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പോയിരുന്നു. മഞ്ചേശ്വരം നിയോജകമണ്ഡലത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഒരൊറ്റ സ്വരത്തിൽ പറയുന്നു, ഈ നാട്ടിന് മാറ്റം വേണമെന്നാണ്. അവരെ റെഗുലറാക്കിക്കൊണ്ട്, ഭയത്തിൽ പെടുത്തിക്കൊണ്ട്, അവരെ വോട്ട് ഭിന്നിപ്പിച്ച് അവരെ ഭയത്തിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ നാടകങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാനിന്ന് എത്ര വീട് പോയിന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നിരുന്നാലും മുസ്ലിങ്ങൾ നല്ലൊരു ശതമാനം മഞ്ചേശ്വരം ഞാൻ കയറി എല്ലാ സ്ഥലത്തും BJP ഗവൺമെൻറ്റിനോട് ബഹുമാനത്തോടു കൂടി അവർ നമ്മളെ സ്നേഹിക്കാനും അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അവരൊരു മാറ്റം വേണമെന്ന് ശക്തമായിട്ട് ഞങ്ങളോട് പറയാനും അവർക്ക് മനസ്സുണ്ടായാൽ തന്നെ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു. അതുകൂടാതെ ഇന്ന് ഞങ്ങൾ പൈവള്ളി ഏരിയയിൽ ഒരു പേര് എനിക്ക് ഓർമ്മയില്ല, അവരുടെ വീട്ടിൽ സാധാരണ ഒരു സ്ത്രീ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി. ഒരു ചെറ്റക്കുടിൽ കാണുമ്പോൾ സങ്കടം വരുന്നു. ആ വീട്ടിൽ ആ അമ്മ ഒരു ചെറിയൊരു കട്ടിലിട്ടിട്ട് ഒരു താർപ്പാള ഇതാക്കിയിട്ട് ഒരു ബാത്റൂം സൗകര്യങ്ങളോ കുളിക്കാനോ വെള്ളമോ ഇല്ലാതെ 3-4 വർഷം അവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ലജ്ജ തോന്നുകയാണ് ഇന്നത്തെ ഭരണത്തോട്. കാരണം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു, ദാരിദ്ര്യ രേഖക്ക് ഇവിടെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യങ്ങളില്ല, എല്ലാം ഇത് ദാരിദ്ര്യ രേഖക്ക് മുകളിലെത്തിക്കഴിഞ്ഞു കേരളം എന്ന് പറയുമ്പോൾ ആ വീടും ആ അമ്മനെയും കാണുമ്പോൾ ഈ പറയുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നമുക്ക് ലജ്ജ തോന്നുകയാണ്. എങ്ങനെയാണ് ഇവരെല്ലാം ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത്? അപ്പം നമ്മളെ കേരളത്തിനെ ഇനി മുമ്പോട്ട് നയിക്കാൻ വേണ്ടി, നമ്മൾ വികസനത്തിന് വേണ്ടി നമ്മൾ NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്.